സ്വന്തത്തെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ അറിവ് നേടുന്നത്. കാരണം സ്വന്തത്തെ അറിഞ്ഞവൻ ദൈവത്തെ അറിയുന്നു. മനുഷ്യർക്കു നൽകിയ പാഠമാണിക ജീവിതം. നന്മ തിന്മകൾ വേർതിരിക്കുവാൻ ജന്മമെന്ന പരീക്ഷണം. അല്ലാഹു മനുഷ്യർക്കു നൽകിയ പാഠമാണിക ജീവിതം. നന്മ തിന്മകൾ വേർതിരിക്കുവാൻ ജന്മമെന്ന പരീക്ഷണം. പാപത്തിന്റെ കെണി വിരിച്ച് പതുങ്ങി നിൽക്കും പിശാചിനെ. പാപത്തിന്റെ കെണി വിരിച്ച് പതുങ്ങി നിൽക്കും പിശാചിനെ. പാരിടത്തിൽ ജയിച്ചവർക്കാണ് സ്വർഗമെന്ന മഹാഫലം. പാരിടത്തിൽ ജയിച്ചവർക്കാണ് സ്വർഗമെന്ന മഹാഫലം. അല്ലാഹു മനുഷ്യർക്കു നൽകിയ പാഠമാണിക ജീവിതം. നന്മ തിന്മകൾ വേർതിരിക്കുവാൻ ജന്മമെന്ന പരീക്ഷണം. ഒറ്റയാണ് പടച്ചവൻ, അതിലെത്താനേകമാം നേർവഴി. ഒറ്റയാണ് പടച്ചവൻ, അതിലെത്താനേകമാം നേർവഴി. ഏറ്റമുണ്ട് ചെകുത്താൻ വേട്ടിയ പാപത്തിന്റെ പടുകുഴി. ഏറ്റമുണ്ട് ചെകുത്താൻ വേട്ടിയ പാപത്തിന്റെ പടുകുഴി. ചുറ്റുപാടും വിപത്തു പാകിയ തിന്മതൻ മരണച്ചുഴി. ചുറ്റി നാം തുഴഞ്ഞേറണം കേൾക്കാൻ സത്യത്തിൻ സ്വർഗത്തേൻ മൊഴി. ചുറ്റി നാം തുഴഞ്ഞേറണം കേൾക്കാൻ സത്യത്തിൻ സ്വർഗത്തേൻ മൊഴി. അല്ലാഹു മനുഷ്യർക്കു നൽകിയ പാഠമാണിക ജീവിതം. നന്മ തിന്മകൾ വേർതിരിക്കുവാൻ ജന്മമെന്ന പരീക്ഷണം. തിന്മയാണ് മനുഷ്യനാശത്തിൻ കാരണങ്ങളിലുന്നതം. തിന്മയാണ് മനുഷ്യനാശത്തിൻ കാരണങ്ങളിലുന്നതം. തിന്മയെ തടയുന്നതാണ് ഒരാൾ ചെയ്യും പുണ്യത്തിലുന്നതം. തിന്മയെ തടയുന്നതാണ് ഒരാൾ ചെയ്യും പുണ്യത്തിലുന്നതം. തിന്മയെ മാറ്റി നന്മ സ്ഥാപിച്ചാൽ ദീനാകും മണ്ണിലുന്നതം. തിന്മ മാറ്റുന്ന സംഘശക്തിയാണീ മനുഷ്യരിലുന്നതം. തിന്മ മാറ്റുന്ന സംഘശക്തിയാണീ മനുഷ്യരിലുന്നതം. അല്ലാഹു മനുഷ്യർക്കു നൽകിയ പാഠമാണിക ജീവിതം. നന്മ തിന്മകൾ വേർതിരിക്കുവാൻ ജന്മമെന്ന പരീക്ഷണം.
പാപത്തിന്റെ കെണി വിരിച്ച് പതുങ്ങി നിൽക്കും പിശാചിനെ, പാപത്തിന്റെ കെണി വിരിച്ച് പതുങ്ങി നിൽക്കും പിശാചിനെ. പാരിടത്തിൽ ജയിച്ചവർക്കാണ് സ്വർഗമെന്ന മഹാഫലം. പാരിടത്തിൽ ജയിച്ചവർക്കാണ് സ്വർഗമെന്ന മഹാഫലം. ബാബ, അസ്തമയത്തിന് മുമ്പ് നമ്മൾ പട്ടണത്തിൽ എത്തുമോ? നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ആരോ വരുന്നുണ്ടല്ലോ. ഏയ്, ഒന്ന് നിൽക്കൂ. നിങ്ങൾ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ആട്ടിൻകുട്ടിയെ കണ്ടോ? ഇല്ലല്ലോ. എന്തു പറ്റി? എന്റെ പെൺകുട്ടി നഷ്ടപ്പെട്ടു. ദൈവമേ, ഞാനിനി യജമാനനോട് എന്ത് മറുപടി പറയും? ഇനി എവിടെ പോയി അന്വേഷിക്കാനാണ്? സഹോദര, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഏ? താങ്കൾ രാവിലെ ആടിനെ മേയ്ക്കാൻ ഇറങ്ങിയപ്പോൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരുന്നോ? ഉവ്വ്. എങ്കിൽ വിഷമിക്കാതിരിക്കൂ. ആട്ടിൻകുട്ടിയെ തിരിച്ചു കിട്ടും, തീർച്ച. ബാബ, അയാൾക്ക് ആ ആട്ടിൻകുട്ടിയെ തിരിച്ചു കിട്ടുമോ? തീർച്ചയായും, തീർച്ചയായും കിട്ടും. അയാൾ അല്ലാഹുവിലാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന രണ്ടാളുകളുടെ ഉദാഹരണം നിനക്കറിയില്ലേ? ഒരിക്കൽ ഒരാൾ യാത്ര പുറപ്പെട്ടു. അയാൾ ഒരു പട്ടണത്തിലെത്തി. അപ്പോഴേക്കും അയാളുടെ കയ്യിലുള്ള പണമെല്ലാം തീർന്നിരുന്നു. കയ്യിലുള്ള പണമെല്ലാം തീർന്നല്ലോ. ഇനി എന്ത് ചെയ്യും? ആരോടെങ്കിലും കടം വാങ്ങുകയല്ലാതെ വേറെ വഴിയില്ല. ആരോടാ കടം ചോദിക്കുക? പരിചയമുള്ള ആരുമില്ലല്ലോ ഇവിടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും മുസ്സലാം. ഞാനൊരു യാത്രക്കാരനാണ്. എൻ്റെ കയ്യിലുള്ള പണമെല്ലാം തീർന്നു. കുറച്ച് ദിനാർ കടം തന്ന് സഹായിക്കാമോ? ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു തരാം. സഹോദര, എനിക്ക് താങ്കളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ. ആ, ഒരു വഴിയുണ്ട്. ഇവിടെ അടുത്ത് ധനികനായ ഒരാളുണ്ട്. അയാളോട് ചോദിച്ചാൽ കടം കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും പോയി ചോദിക്കുക തന്നെ. വരൂ, താങ്കൾക്ക് ഞാൻ അയാളുടെ വീട് കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും. വലൈക്കും മുസ്സലാം. എൻ്റെ പേര് അബു അഹമ്മദ്. ഞാൻ അടുത്ത നാട്ടിൽ നിന്നും വരുന്നു. യാത്രക്കിടയിൽ എൻ്റെ കയ്യിലെ പണമെല്ലാം തീർന്നു. കുറച്ച് ദിനാർ കടം തന്ന് എന്നെ സഹായിക്കാമോ? പരിചയമില്ലാത്തൊരാൾക്ക് ഞാനെങ്ങനെ കടം തരും? താങ്കൾ പറയുന്ന സമയത്ത് ഞാൻ പണം തിരിച്ചു തരാമെന്ന് ഉറപ്പു തരുന്നു. ശരി, ഞാൻ പണം തരാം. പക്ഷേ താങ്കളെ പരിചയമുള്ള ഒരാൾ ജാമ്യം നിൽക്കണം. അതിന് എന്നെ പരിചയമുള്ളൊരാളും ഈ നാട്ടിലില്ലല്ലോ. ഇനി എന്തു ചെയ്യും? ആ, എൻ്റെ ജാമ്യക്കാരനായി അള്ളാഹുണ്ട്. ഇൻഷാ അല്ലാഹ് താങ്കളുടെ പണം കൃത്യസമയത്ത് തിരിച്ചു തരുമെന്ന് അള്ളാഹുവെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു.
ശരി, താങ്കൾക്ക് എത്ര ദിനാർ കടം വേണം? 600 ദിനാർ. ഞാനിതാ വരുന്നു. ഇതാ 600 ദിനാർ. ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു തരണം. അൽഹംദുലില്ലാ, വലിയ ഉപകാരമായി. അറുന്നൂറ് ദിനാർ കടം വാങ്ങിച്ചു പോയ അബൂ അഹമ്മദിനെ കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ഏതായാലും ഒന്ന് അന്വേഷിക്കാം. സുഹൃത്തെ, ഒന്ന് നിൽക്കൂ. അബൂ അഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ ഈ പ്രദേശത്തെങ്ങാനും വന്നതായി അറിവുണ്ടോ? അറിയില്ലല്ലോ. ആ, യാത്രക്കാരുമായ ഒരു കപ്പൽ ഇന്നലെ വന്നുപോയതായി കേട്ടു. അതുകൊണ്ട് കടൽ തീരത്തൊന്ന് അന്വേഷിച്ചു നോക്കൂ. അവിടെയും കൂടെ ഒന്ന് അന്വേഷിക്കാം. കഷ്ടം, ഇവിടെ ആർക്കും അയാളെ പരിചയമില്ല. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുക തന്നെ. എന്തോ ഒഴുകി വരുന്നുണ്ടല്ലോ. ആഹാ, നല്ല മരക്കഷ്ണം. ഏതായാലും വീട്ടിലേക്ക് കൊണ്ടുപോകാം. ബീവി, ദാ ഒരു മരക്കഷ്ണം, വല്ലതിനും ഉപകരിച്ചേക്കും. ആഹാ, നോക്കട്ടെ. ശ്ശോ. ഇതിലെന്തോ എഴുതിയിരിക്കുന്നല്ലോ. പ്രിയ സുഹൃത്തെ, പറഞ്ഞ സമയത്ത് താങ്കളുടെ അടുത്ത് വരാൻ കഴിയില്ല. താങ്കളിൽ നിന്ന് വാങ്ങിയ പണം ഞാൻ ജാമ്യക്കാരനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അബൂ അഹമ്മദ്. മാഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? താങ്കളിൽ നിന്ന് 600 ദിനാർ കടം വാങ്ങിയ അബൂ അഹമ്മദിനെ. തീർച്ചയായും. പണം തിരിച്ചു തരാമെന്നേറ്റ സമയത്ത് താങ്കൾക്ക് വരാൻ പറ്റിയില്ല, അല്ലേ? ശരിയാണ്. അതുകൊണ്ട് ഞാനത് ജാമ്യക്കാരനെ ഏൽപ്പിച്ചിരുന്നു. താങ്കൾക്കത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ശരിയാണ്. നിശ്ചിത അവധിക്ക് തന്നെ എനിക്കത് തിരിച്ചു കിട്ടി. അൽഹംദുലില്ലാ. ഭരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു മതി. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്ക് ഒട്ടും ദുഃഖിക്കേണ്ടി വരില്ലെന്ന് അതുകൊണ്ടാണ് മോനെ ഞാൻ പറഞ്ഞത്. ആ ആട്ടിടേന് ആട്ടിൻകുട്ടിയെ തിരിച്ചു കിട്ടും, തീർച്ച. ബാബ, ഇനിയും ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ടോ? എന്താ, ക്ഷീണിച്ചോ? നമുക്ക് അല്പസമയം വിശ്രമിച്ചിട്ട് യാത്ര തുടരാം. എന്താ? നമുക്ക് മരത്തണലിൽ ഇരുന്നാലോ? ഇതാ കുടിക്ക്.
പഴങ്ങളാ. നമുക്കതിൽ നിന്നും കുറച്ച് പഴങ്ങൾ പറിച്ചു തിന്നാം. അരുത് സമയം. അന്യരുടേതൊന്നും അനുവാദം കൂടാതെ ഭക്ഷിക്കരുതെന്ന് നിനക്കറിയില്ലേ? അതിന്റെ ഉടമസ്ഥൻ അറിയില്ല ബാബ. ആരും കാണുന്നില്ലെങ്കിലും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അല്ലാഹു അറിയും. ദൈവഭയം കൊണ്ട് തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അല്ലാഹു നമുക്ക് സൗഭാഗ്യങ്ങൾ നൽകും. മോനൊരു കഥ കേട്ടിട്ടില്ലേ? ദൈവഭയമുള്ള ഒരു ചെറുപ്പക്കാരന്റെ കഥ. ബാബ ആ കഥ പറഞ്ഞു തരാം. പണ്ട് ഒരു നാട്ടിൽ ജമാൽ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒന്നും അയാൾ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഒരിക്കൽ അയാൾക്ക് ഒരു തെറ്റ് പറ്റി. എന്ത് തെറ്റ്? ഒരിക്കൽ അയാൾ പുഴവക്കത്തിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. എന്തോ ഒഴുകി വരുന്നുണ്ടല്ലോ. നല്ല പാകമായ ആപ്പിൾ. ഇതേതെങ്കിലും തോട്ടത്തിലേതായിരിക്കുമോ? ഏതായാലും ഒന്ന് അന്വേഷിക്കുക തന്നെ. ഇയാളായിരിക്കും ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ. ചോദിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരാ? എന്റെ പേര്. ഞാനൊരു കാര്യം അറിയാൻ വന്നതാ. ഈ പുഴവക്കത്ത് താങ്കളുടേതല്ലാത്ത ഏതെങ്കിലും തോട്ടമുണ്ടോ? ചോദിക്കാൻ കാരണം? പുഴയിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ എനിക്ക് കിട്ടി. ഞാനത് തിന്നു തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഉടമസ്ഥനെ കുറിച്ച് ഓർത്തത്. ഉടമസ്ഥന്റെ അനുവാദം കൂടാതെ ഞാനത് ഭക്ഷിച്ചു. ഈ പുഴക്കരയിൽ ഇതല്ലാതെ മറ്റൊരു തോട്ടവും ഞാൻ കണ്ടില്ല. ഈ ആപ്പിളിന്റെ ഉടമസ്ഥൻ താങ്കളാണെങ്കിൽ എനിക്ക് പുറത്തു തരണം. അത് പറയാനാണ് ഞാൻ വന്നത്.
ഉം. കയറിയിരുന്നോളൂ, നമുക്കകത്തിരുന്ന് സംസാരിക്കാം. ഇരിക്കൂ. നിങ്ങളുടെ ധാരണ ശരിയാണ്. നിങ്ങൾ എന്റെ ആപ്പിൾ തന്നെയാണ് തിന്നത്. പക്ഷേ നിങ്ങൾക്കത് പുറത്തു തരണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. എന്തായിരിക്കും? അനുവാദമില്ലാതെ എന്റെ പഴം തിന്നതിന് പ്രായശ്ചിത്തമായി താങ്കൾ കുറച്ചു കാലം എന്റെ തോട്ടത്തിൽ ജോലി ചെയ്യണം. ഇയാൾ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഇയാൾ എനിക്ക് പുറത്തു തരില്ല. അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് എന്ത് മറുപടി പറയും? ഇയാൾ പറയുന്നത് അനുസരിക്കുക തന്നെ. ശരി, താങ്കൾ പറയുന്നത് പോലെ ഞാൻ ജോലി ചെയ്യാം. മാത്രമല്ല, എനിക്കൊരു മകളുണ്ട്. താങ്കൾ എന്റെ മകളെ വിവാഹം കഴിക്കുകയും വേണം. എനിക്ക് പുറത്തു തരുന്നതിന് വേണ്ടി താങ്കൾ പറയുന്നതെന്തും ഞാൻ ചെയ്യും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്റെ മകൾക്ക് കണ്ണിന് കാഴ്ചയില്ല. മാത്രമല്ല, അവൾക്ക് സംസാരിക്കാനോ കേൾക്കാനോ കഴിയില്ല. യാ അല്ലാഹ്. എന്താ, സമ്മതമാണോ? ശരി, സമ്മതമാണ്. അങ്ങനെ കുറേ മാസങ്ങൾ കടന്നുപോയി. പാവം ജമാൽ, അയാൾക്ക് ആ തോട്ടക്കാരന്റെ അടുത്തേക്ക് പോകേണ്ടിയിരുന്നില്ല. നാം തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അല്ലാഹു നമുക്ക് സൗഭാഗ്യങ്ങൾ നൽകും. ബാബ, ജമാലിന് എന്ത് സൗഭാഗ്യമാണ് ലഭിച്ചത്? അവസാനം അയാൾക്ക് എന്ത് സംഭവിച്ചു? ഒരു ദിവസം ജമാൽ, ഇന്ന് നമ്മുടെ കരാർ അവസാനിക്കുന്ന ദിവസമാണ്. പക്ഷേ ഒരു നിബന്ധന കൂടി ബാക്കിയുണ്ടല്ലോ. താങ്കളും എന്റെ മകളും തമ്മിലുള്ള വിവാഹം. മോളെ സുമയ്യ, ഉപ്പ, എന്തിനാ വിളിച്ചത്? മോളെ, ജമാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ജമാലും നീയും തമ്മിലുള്ള വിവാഹത്തിന് നിനക്ക് സമ്മതമല്ലേ? അപ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ മകൾ സംസാരിക്കില്ലെന്നും മറ്റും. അതെന്തിനായിരുന്നു? മോനെ ജമാലേ, ഞാൻ ഉദ്ദേശിച്ചത് തിന്മയെക്കുറിച്ചാണ്. അവൾ തെറ്റു കാണുകയോ പറയുകയോ കേൾക്കുകയോ ചെയ്യാറില്ല. എല്ലാം നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഏതായാലും എന്റെ സമ്പാദ്യം മുഴുവൻ ഇനി നിങ്ങൾ രണ്ടുപേർക്കുമുള്ളതാണ്. അങ്ങനെ അയാൾ വലിയ സമ്പത്തിനുടമയാകുകയും തന്റെ ഇളയോടൊത്ത് സംതൃപ്തിയോടെ ജീവിക്കുകയും ചെയ്തു. ദൈവഭയമാണ് ജമാലിനെ വലിയ സൗഭാഗ്യവാനാക്കിയത്, അല്ലേ ബാബ? തീർച്ചയായും മോനെ, വാ നമുക്ക് യാത്ര തുടരാം. ആകാശത്തിന് എന്തൊരു ഭംഗി! ദൂരെ ഒരു വെളിച്ചം കാണുന്നുണ്ടല്ലോ. ഏതോ യാത്രാ സംഘമായിരിക്കും. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞങ്ങൾ യാത്രക്കാരാണ്. ഇന്ന് ഇവിടെ തങ്ങുന്നതിൽ വിരോധമുണ്ടോ? അഹലൻ വസഹലൻ, സന്തോഷമേ ഉള്ളൂ. എന്നെ ഉപദേശിക്കുന്നോ? അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാ? സഹോദര,
നിന്റെ കഴിവ് കൊണ്ട് മാത്രമല്ല നീ അത് സമ്പാദിച്ചത്. ദൈവത്തെ മറന്നുകൊണ്ട് ഒന്നും പറയരുത്. എന്താ അവിടെ ഒരു ബഹളം? ആരോ വഴക്കിടുന്നുണ്ടല്ലോ. അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടുപേരാണ്. ഒരുത്തൻ മഹാ അഹങ്കാരിയും ധിക്കാരിയുമാണ്. അയാൾ ആരെയും വകവെക്കില്ല. അഹങ്കാരം അല്ലേ? മറ്റുള്ളവരെല്ലാം ഒന്നിനും കൊള്ളാത്തവരാണെന്ന് വിചാരിക്കുന്നതല്ലേ അഹങ്കാരം? അതെ. സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ ധിക്കരിക്കലുമാണ് അഹങ്കാരം. അഹങ്കാരികളുടെ ജീവിതം വലിയ നാശത്തിലായിരിക്കും കലാശിക്കുക. ആ തോട്ടക്കാരന്റെ കഥ പോലെ. ഏത് തോട്ടക്കാരൻ? മോനെ കഥ കേട്ടിട്ടില്ലേ? ഒരു വലിയ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അഹങ്കാരിയായി തീർന്നപ്പോൾ അയാളുടെ തോട്ടം മുഴുവൻ നശിച്ചുപോയ കഥ. ഇല്ല. നിങ്ങളും കേട്ടിട്ടില്ലേ? ഇല്ല. ശരി, എങ്കിൽ ഞാൻ ആ കഥ പറയാം. മനോഹരമായ ഒരു തോട്ടം. മുന്തിരി വിളയും പൂന്തോട്ടം, ഈന്തപ്പനയുടെ പൊൻതോട്ടം, ഇടയിൽ പനിനീരൊഴുകും പോലൊരു തെളിനീരിന്റെ കുതിച്ചോട്ടം. മുന്തിരി വിളയും പൂന്തോട്ടം, ഈന്തപ്പനയുടെ പൊൻതോട്ടം, ഇടയിൽ പനിനീരൊഴുകും പോലൊരു തെളിനീരിന്റെ കുതിച്ചോട്ടം. പൂന്തോട്ടത്തിനുടമസ്ഥൻ പദവി തികഞ്ഞ പണക്കാരൻ, തന്നുടെ തോപ്പും അരുവിയുമെല്ലാം തന്റേതെന്നതിമോഹിച്ചു, റബ്ബിൻ നേരിനെ ലംഘിച്ചു. പൂന്തോട്ടത്തിനുടമസ്ഥൻ പദവി തികഞ്ഞ പണക്കാരൻ, തന്നുടെ തോപ്പും അരുവിയുമെല്ലാം തന്റേതെന്നതിമോഹിച്ചു, റബ്ബിൻ നേരിനെ ലംഘിച്ചു. അവന്റെ പാവം ചങ്ങാതി അറിവ് തികഞ്ഞൊരു സൽക്കർമ്മി, അള്ള കൊടുത്ത ധനത്തിലകന്ത ധരിക്കരുതെന്നുപദേശിച്ചു, വിനയം കാട്ടാൻ ശാസിച്ചു. അവന്റെ പാവം ചങ്ങാതി അറിവു തികഞ്ഞൊരു സൽക്കർമ്മി, അല്ല കൊടുത്ത ധനത്തിലഹന്ത ധരിക്കരുതെന്നുപദേശിച്ചു, വിനയം കാട്ടാൻ ശാസിച്ചു. മറുത്തു ചൊല്ലി മുതലാളി പറഞ്ഞു, ഞാനാണധികാരി, അല്ല എനിക്കിനി വീണ്ടും നൽകും പണവും പദവിയും ഒരുപാട്, മുറിയുകയില്ല ഈ ഇടപാട്. മറുത്തു ചൊല്ലി മുതലാളി പറഞ്ഞു, ഞാനാണധികാരി, അല്ല എനിക്കിനി വീണ്ടും നൽകും പണവും പദവിയും ഒരുപാട്, മുറിയുകയില്ല ഈ ഇടപാട്. മണ്ണാൽ നിന്നെ സൃഷ്ടിച്ചു മഹിമ തികഞ്ഞവൻ അല്ലാഹു, മരിച്ചു ചെന്നാൽ പരലോകത്തിൽ നിന്റെ കണക്കുകൾ കാണിക്കും, നരകം തന്നവൻ ശിക്ഷിക്കും. മണ്ണാൽ നിന്നെ സൃഷ്ടിച്ചു മഹിമ തികഞ്ഞവൻ അല്ലാഹു, മരിച്ചു ചെന്നാൽ പരലോകത്തിൽ നിന്റെ കണക്കുകൾ കാണിക്കും, നരകം തന്നവൻ ശിക്ഷിക്കും. ചിരിച്ചു തള്ളി മുതലാളി മരിക്കുമെന്നോ ചങ്ങാതി, പരലോകത്തിലും എനിക്കു വീണ്ടും പദവികൾ നൽകും അല്ലാഹു, മുതലുകൾ നൽകും അല്ലാഹു. ചിരിച്ചു തള്ളി മുതലാളി മരിക്കുമെന്നോ ചങ്ങാതി, പരലോകത്തിലും എനിക്കു വീണ്ടും പദവികൾ നൽകും അല്ലാഹു, മുതലുകൾ നൽകും അല്ലാഹു. കഷ്ടം ഒരു നാൾ തോട്ടത്തിൽ കടന്നു ചെല്ലും നേരത്ത്, മുന്തിരി
മുന്തിരിവള്ളികളീന്തക്കുലകൾ മണ്ണിലടിഞ്ഞു കിടക്കുന്നു, മുതലു നശിച്ചു കിടക്കുന്നു. കഷ്ടം ഒരു നാൾ തോട്ടത്തിൽ കടന്നു ചെല്ലും നേരത്ത് മുന്തിരിവള്ളികളീന്തക്കുലകൾ മണ്ണിലടിഞ്ഞു കിടക്കുന്നു, മുതലു നശിച്ചു കിടക്കുന്നു. കരഞ്ഞു പാവം മുതലാളി, പറഞ്ഞു ഞാനാം ധിക്കാരി, പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. കരഞ്ഞു പാവം മുതലാളി, പറഞ്ഞു ഞാനാം ധിക്കാരി, പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, പെരും വിനാശം വാങ്ങിച്ചു. ശരി സുഹൃത്തെ, ഞങ്ങൾക്ക് പോകാൻ സമയമായി. രാത്രി ഞങ്ങൾക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു തന്നതിന് വളരെ നന്ദി. അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ശരി, താങ്കൾക്ക് നല്ലത് വരട്ടെ. ഇനിയും കുറെ ദൂരം സഞ്ചരിക്കാനുണ്ടോ? സന്ധ്യയാകുമ്പോഴേക്കും നാം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും ഇൻഷാ അല്ലാ. എന്താ, നീ ക്ഷീണിച്ചോ? നമ്മൾ ശേഖരിച്ച വെള്ളമൊക്കെ തീരാറായി. നമുക്ക് അല്പം കൂടി നടന്നു നോക്കാം. വെള്ളമുള്ള വല്ല സ്ഥലവും കണ്ടെങ്കിലോ? ദൂരെ അതാ ഒരാളും ഒട്ടകവും. അവിടെ വെള്ളമുണ്ടെന്ന് തോന്നുന്നു. വാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നാശം പിടിച്ച മൃഗം, മതി വെള്ളം കുടിച്ചത്. എനിക്കല്പം ധൃതിയുണ്ട്, ഇങ്ങോട്ട് പോ. ഏയ് സഹോദര, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? അതിന്റെ ദാഹം തീരുന്നത് വരെ അത് വെള്ളം കുടിച്ചോട്ടെ. ഇപ്പൊ തന്നെ കുറെ വൈകി. വല്ലാത്തൊരു ജീവി. ഇതിനെന്താ ചെവി കേക്കില്ലേ? മിണ്ടാപ്രാണികളോട് ക്രൂരത കാണിക്കുന്നത് വലിയ പാപമാണെന്നറിയില്ലേ? എനിക്ക് നിങ്ങളെ ഉപദേശം കേൾക്കാനൊന്നും നേരമില്ല. പാവം ഒട്ടകം. ബാബാ, നമുക്ക് പോവാം. എന്താ ബാബ ആലോചിക്കുന്നത്? മോനി ജലാശയം കണ്ടോ? എത്ര ശുദ്ധമായ വെള്ളം. പക്ഷികളും മൃഗങ്ങളും ഇതിൽ നിന്ന് ദാഹം തീർക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഉപയോഗിക്കാനുള്ള വെള്ളം ദൈവം ഈ ഭൂമിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആർക്കും അത് തടയാൻ പാടില്ല. ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നത് വലിയ പുണ്യമാണ്. ദാഹിച്ചു വലഞ്ഞ ഒരു മൃഗത്തിന് വെള്ളം കൊടുത്ത് ദൈവപ്രീതി നേടിയ ഒരാളുടെ കഥയുണ്ട്. പണ്ട് ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു. അത്യുഷ്ണവും വരണ്ട കാറ്റും. എന്തൊരു പരീക്ഷണം!
ബാക്കിയില്ലല്ലോ. ഇനി എന്തു ചെയ്യും? ഞാനിപ്പം ദാഹിച്ചു മരിക്കും. ദൂരെ ഒരു പക്ഷി പറക്കുന്നുണ്ടല്ലോ. ആ പരിസരത്തെങ്ങാനും വെള്ളം ഉണ്ടാകുമോ? നല്ല ശുദ്ധമായ വെള്ളം. ബിസ്മില്ലാ. പാവം മൃഗം ദാഹിച്ച് വലഞ്ഞിരിക്കുന്നു. ആ നായയോട് കാണിച്ച കാരുണ്യം മൂലം അല്ലാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു. ജീവികളോട് കാരുണ്യം കാണിക്കുന്നത് വലിയ പുണ്യമാണ്. ശരിയാണ്. പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട സ്ത്രീയുടെ കഥ എനിക്കറിയാം. ആ സ്ത്രീ ദൈവകോപത്തിനിരയായി, അല്ലേ ബാബ? വാ. നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താറായി. ഈ യാത്രയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഓരോ യാത്രയും നമ്മുടെ അറിവും അനുഭവങ്ങളും വർദ്ധിപ്പിക്കുന്നു. ജീവിതവും ഒരു യാത്രയാണ്. കണ്ടും കേട്ടും നാം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല. തൻ്റെ അറിവിലൂടെ ഒരാൾ സൃഷ്ടാവിനെ തിരിച്ചറിയണം. സ്വന്തത്തെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ അറിവ് നേടുന്നത്. കാരണം സ്വന്തത്തെ അറിഞ്ഞവൻ ദൈവത്തെ അറിയുന്നു. ദൈവത്തെ അറിയാനുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. ശരിയാണ്. ആ അറിവ് ലഭിച്ചവൻ വിജയിച്ചു, അല്ലേ ബാബ? അറിവ് കൊണ്ടാണ് ഈ ലോകത്തെ ജയിച്ചെടുക്കേണ്ടത്, ആയുധം കൊണ്ടല്ല.